എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെതിരായ ആ നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ സംഭവിച്ച നാണംകെട്ട തോൽവിക്ക് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കണ്ടത് ആരും വിശ്വസിക്കാൻ മടിക്കുന്ന കാഴ്ചകളായിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ മുഖത്ത് ദേഷ്യം അണപൊട്ടി ഒഴുകുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിവരും. 30 റൺസിന്റെ വേദനിപ്പിക്കുന്ന തോൽവിക്ക് ശേഷം ടീം മുഴുവൻ ഡ്രസ്സിംഗ് റൂമിൽ തല താഴ്ത്തിയിരിക്കുമ്പോൾ അന്തരീക്ഷം വല്ലാതെ കനത്തിരുന്നു. ആ നിശബ്ദതയിൽ കേട്ടിരുന്ന ഒരേയൊരു ശബ്ദം രവീന്ദ്ര ജഡേജ തന്റെ ഷൂ ലേസുകൾ അഴിക്കുകയും വീണ്ടും കെട്ടുകയും ചെയ്യുന്നതായിരുന്നു. എന്തോ വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ അസ്വസ്ഥത ആ പ്രവൃത്തിയിൽ വ്യക്തമായിരുന്നു. പരസ്പരം മുഖത്ത് നോക്കാൻ പോലും ഭയന്ന് കളിക്കാരിയ്ക്കുമ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിലെ TV സ്ക്രീനിൽ ശുഭ്മാൻ ഗില്ലിന്റെ ആ എക്സ്ക്ലൂസീവ് പ്രസ്താവന ഫ്ലാഷ് ചെയ്തത്. അത് കണ്ടതും അവിടെ ഇരുന്ന സകല കളിക്കാരുടെയും ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി എന്ന് തന്നെ പറയാം. തോൽവിക്ക് ശേഷം ഗിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തന്റെ ദേഷ്യം മുഴുവൻ വാക്കുകളായി പുറത്തു വന്നപ്പോൾ തോൽവിക്ക് പിന്നിലെ 7 പ്രധാന കാരണങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയും രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഗൗതം ഗംഭീർ എന്നിവരോടായി നടത്തിയ ഒരു വലിയ ആവശ്യം ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ പിടിച്ചുലയ്ക്കുകയും ചെയ്തു. ഗില്ലിന്റെ ആ വാക്കുകളുടെ മൂർച്ചയിൽ വിരാട് കോഹ്ലിയുടെയും ജഡേജയുടെയും കണ്ണുകൾ വരെ നിറഞ്ഞുപോയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇൻഡോറിൽ ടോസ് നേടിയ ഗിൽ ബൌളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ തുടക്കം ഗംഭീരമായിരുന്നു. ഹർഷിത് റാണയും അർഷ്ദീപ് സിംഗും ചേർന്ന് ഡെവൺ കോൺവേയെയും ഹെൻറി നിക്കോൾസിനെയും വെറും 5 റൺസിനുള്ളിൽ കൂടാരം കയറ്റിയപ്പോൾ ഇന്ത്യ അനായാസ ജയം സ്വപ്നം കണ്ടു. എന്നാൽ അവിടെയാണ് കളി മാറിയത്. ഡാരൽ മിച്ചലും ഗ്ലെൻ ഫിലിപ്സും ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ കശാപ്പ് ചെയ്യുകയായിരുന്നു. മിച്ചൽ 131 പന്തിൽ 137 റൺസും ഫിലിപ്സ് 106 റൺസും അടിച്ചുകൂട്ടിയപ്പോൾ ഇന്ത്യയുടെ തന്ത്രങ്ങളെല്ലാം പാടി. 50 ഓവറിൽ 337 എന്ന പടുകൂറ്റൻ സ്കോർ ന്യൂസിലൻഡ് പടുത്തുയർത്തിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പതനം ഉറപ്പായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് രോഹിത് ശർമ്മയെയും ഗില്ലിനെയും തുടക്കത്തിലെ നഷ്ടമായി. പിന്നീട് കണ്ടത് വിരാട് കോഹ്ലി എന്ന ഒറ്റയാൾ പോരാളിയുടെ ഉജ്ജ്വല പ്രകടനമാണ്. സമ്മർദ്ദത്തിന്റെ മുൾമുനയിലും 91 പന്തിൽ സെഞ്ചുറി നേടി കോഹ്ലി പൊരുതി നോക്കിയെങ്കിലും KL രാഹുലും ജഡേജയും അടക്കമുള്ള മധ്യനിര ഉത്തരവാദിത്തമില്ലാതെ വിക്കറ്റ് വലിച്ചെറിഞ്ഞതോടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. ഈ തോൽവിക്ക് ശേഷമാണ് ഗിൽ തന്റെ രോഷം മുഴുവൻ പുറത്തുവിട്ടത്. തോൽവിക്ക് പ്രധാന കാരണം തെറ്റായ ടീം സെലക്ഷനാണെന്ന് ഗിൽ തുറന്നടിച്ചു. പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ ശ്രേയസ് അയ്യരെ നേരിട്ട് ഇത്രയും വലിയൊരു മത്സരത്തിൽ ഇറക്കിയത് മണ്ടത്തരമായിരുന്നുവെന്നും ഇത് കോച്ച് ഗൗതം ഗംഭീറിന്റെ പിടിവാശിയായിരുന്നുവെന്നും ഗിൽ പരോക്ഷമായി സൂചിപ്പിച്ചു. മാത്രമല്ല, ഡാരൽ മിച്ചലിനെയും ഫിലിപ്സിനെയും 30-40 റൺസിനുള്ളിൽ പിടിച്ചുകെട്ടാൻ കഴിയാതെ പോയ ബൌളർമാരുടെ കഴിവുകേടിനെയും ഗിൽ രൂക്ഷമായി വിമർശിച്ചു. ഇതിനെല്ലാം പുറമെ മൈതാനത്ത് വെച്ച് കുൽദീപ് യാദവിനോട് കോച്ച് ഗംഭീർ ദേഷ്യപ്പെട്ടത് കളിക്കാരന്റെ ആത്മവിശ്വാസം തകർത്തുവെന്നും ഗിൽ തുറന്നു പറഞ്ഞു. ഹർഷിത് റാണ ഉൾപ്പെടെയുള്ളവർ റൺസ് വിട്ടുകൊടുക്കാൻ മത്സരിക്കുകയായിരുന്നുവെന്നും രോഹിതും താനും ഓപ്പണിംഗിൽ പരാജയപ്പെട്ടത് ടീമിനെ സമ്മർദ്ദത്തിലാക്കിയെന്നും ഗിൽ സമ്മതിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഗിൽ നിർത്തിയില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച അവസാനത്തെ ആവശ്യം കേട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. ഇനി മാറ്റങ്ങളുടെ സമയമാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇനി മൈതാനത്ത് കളിക്കുന്നതിനേക്കാൾ ഉപരി മെന്റർമാരായോ കോച്ചായോ ടീമിനെ നയിക്കേണ്ട സമയമായി എന്ന് ഗിൽ അഭിപ്രായപ്പെട്ടു. തനിക്കൊപ്പം ഓപ്പൺ ചെയ്യാൻ ഇനി യശസ്വി ജയ്സ്വാൾ വരണമെന്നും സീനിയർ താരങ്ങൾ യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുത്ത് മാർഗനിർദ്ദേശം നൽകുന്ന റോളിലേക്ക് മാറണമെന്നും ഗിൽ അഭിപ്രായപ്പെട്ടത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണോ എന്ന് ആരാധകർ ആശങ്കപ്പെടുന്നു. ഗില്ലിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ഡ്രസ്സിംഗ് റൂമിൽ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിലും വലിയൊരു കൊടുങ്കാറ്റ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഗില്ലിന്റെ ഈ ആവേശവും രോഷവും ഇന്ത്യൻ ടീമിലെ ഗുണം ചെയ്യുമോ അതോ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.